താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1949 എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണമായത് 1956 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയത് 1936 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ നേതാവ് GD നോക്സ് ആണ് എന്ന് നാലാമതൊരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായവ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യവും പിന്നെ 4 ഓപ്ഷനുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായവ എന്ന് അറിഞ്ഞാൽ മാത്രമേ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു 4 ഓപ്ഷൻ നോക്കി ഏതാണ് ഇതിനകത്ത് ശരി ഉത്തരമെന്ന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ ടോപ്പിക്കുകൾ കടയ്ക്കൽ പ്രക്ഷോഭം അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന നിവർത്തന പ്രക്ഷോഭമൊക്കെ നോർമലി ഈ LGS പരീക്ഷയുടെ സിലബസിലും അതുപോലെ LDCയുടെ സിലബസിലും ഒക്കെ ഉള്ള കോമൺ ടോപ്പിക്കുകളാണ്. ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ 2026 വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC അങ്ങനെയുള്ള LDC നിലവാരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളും 2026 അപ്പോൾ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ കേരള ചരിത്രമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചാലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ടോപ്പിക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങാനും ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, ബാക്കി അറിയത്തില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നൈസായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യം എങ്ങനെയാണ് ഉത്തരം എഴുതുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോകുക. ഓക്കെ, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGSനും അതുപോലെ 10th ലെവൽ LDC നിലവാരത്തിലുള്ള പരീക്ഷകൾക്കും 2026 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. 2026 പ്രധാനപ്പെട്ട 3 പരീക്ഷകളാണ് ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവ. ഇപ്പോൾ തൊട്ട് പഠിച്ചാലും നമുക്ക് തീർക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനൊന്നും സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കയ്യിലില്ല, ഒരു പഠന രീതി ഒന്നും വലുതായിട്ട് അറിയത്തില്ല, ഇങ്ങനെ തുടങ്ങണമെന്ന് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ 2 ബാച്ച് ഈ 2 എക്സാമുകൾക്കുമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെവ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചും കമ്പനി ബോർഡ് LGS മാത്രം നോക്കുന്നവർക്ക് വേണ്ടി LGSന്റെ ഒരു ബാച്ചും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ 2 ബാച്ചും. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ പിന്നെ അതിനകത്ത് തരുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് വീഡിയോ ക്ലാസ് നോട്ടും ഒക്കെ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ അതിനകത്ത് തരും. അത് കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പം അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചു വരാം. ഡെയിലി ഇങ്ങനെ കുറച്ചായിട്ട് ക്ലാസ്സുകൾ ചെയ്യാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കി ചോദ്യത്തിലെ കാര്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറയാം. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കടയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഈ കടയ്ക്കൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കടയ്ക്കൽ വെട്ടുക, കടയ്ക്കൽ തന്നെ വെട്ടണം, അങ്ങനെ ആ വെട്ടുക വെട്ടണം എന്നുള്ള ഒരു വാക്ക് ചിലപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ഓർമ്മ വന്നേക്കാം. ഓർമ്മ വന്നില്ലെങ്കിലൊന്ന് വരുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ ഒരു ഓർമ്മ വന്നാൽ നമുക്കൊരു നമ്പറിലേക്ക് നൈസായിട്ട് എത്താൻ പറ്റും. കടയ്ക്കൽ വെട്ടുക, വെട്ട്, 8 എന്ന അക്കത്തിലേക്ക് നമ്പറിലേക്ക് നമുക്ക് എത്താൻ പറ്റുമല്ലോ. ആ നമ്പറിലേക്ക് എത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 38 1938 ഈ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് എന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം കാണുമ്പോൾ 37 ആണോ 38 ആണോ 39 എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്. സോ കടയ്ക്കൽ വെട്ടുക, വെട്ട്, 8 എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം വന്നിട്ട് ഒരു സ്പാർക്ക് അടിച്ചാൽ 38 നിങ്ങളുടെ തലയിലേക്ക് വന്നോളും. അപ്പോൾ 1938 ഈ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് എന്ന് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോക്കണം. ഈ 8 പറഞ്ഞല്ലോ, 8 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 9. ഒരു 2 കൂടെ ഇട്ടാൽ 29. 1938 സെപ്റ്റംബർ 29 ഈ പറഞ്ഞ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. സെപ്റ്റംബർ എന്ന് പറയുന്നതും ഈ 9ാം മാസമാണ്. 8 കഴിഞ്ഞ് 9, ആ 9ാം മാസം സെപ്റ്റംബർ, ആ രീതിയിലൊക്കെ നമുക്ക് ഓർത്തിരിക്കുക. അപ്പോൾ 1938 സെപ്റ്റംബർ 29 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നതെന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ച് സെറ്റാക്കി പോക്കണം. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ഈ കടയ്ക്കൽ പ്രക്ഷോഭം. അപ്പോൾ അതിൻ്റെ തീയതി ഓർത്തിരിക്കുക, 1938 സെപ്റ്റംബർ 29 ഓർത്തോണം. ഇനി ഈ കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഏത് ജില്ലയിലാണ് എന്നൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം വന്നാൽ ഓർത്തോണം, കൊല്ലം ജില്ലയിലാണ്. കൊല്ലംകാർക്കൊക്കെ ഇതറിയായിരിക്കും, കൊല്ലം ജില്ലയിൽ ആണ് കടയ്ക്കൽ എന്നുള്ളത്. തിരുവനന്തപുരംകാർക്കും പത്തനംതിട്ടക്കാർക്കും ചിലപ്പോൾ കോട്ടയംകാർക്കും എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇപ്പോഴങ്ങ് പഠിച്ചു പോക്കണം. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, 1 എന്ന് പറയുന്നത്, അതിനകത്ത് പുള്ളിയുടെ പേര് കടയ്ക്കൽ ചന്ദ്രൻ എന്നാണ്. പുള്ളി മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് അഭിനയിച്ച
ഒരു സിനിമയാണ്. അപ്പോൾ കടയ്ക്കൽ ചന്ദ്രനെയൊക്കെ ഓർമ്മയുള്ളവർക്കും ചിലപ്പോൾ കാണും ഇത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണെന്നൊക്കെയുള്ള ആ ഒരു സ്പാർക്ക്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയുടെ പേരും കൂടെ ഇക്കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോക്കണം. എനിക്കത് ഒരു സംശയവും ഇല്ലാതെ എന്തൊക്കെ മറന്നുപോയാലും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര്. കാരണം പുള്ളിയുടെ പേര് രാഘവൻ പിള്ള എന്നാണ്. ഈ രാഘവൻ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഞാനെപ്പോഴും നമ്മുടെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊരു നാടൻ ഭയങ്കര ഏറ്റവും നാടൻ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട. അവിടുത്തെ ചില നാടൻ മിച്ചറൊക്കെ ഉണ്ട്. പിന്നെ ഈ കടലമുട്ടായൊക്കെ ആണെങ്കിലും നാടൻ ഐറ്റമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ആ ടേസ്റ്റ് എങ്ങും കിട്ടാനേ ഇല്ല. പുള്ളി മരിച്ചുപോയി. നല്ല തമാശയൊക്കെ പറയുന്ന ഒരു പ്രായമുള്ള ചേട്ടനായിരുന്നു. അപ്പോൾ രാഘവൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ ആ ഒരു കട എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ്. അപ്പോൾ ഞാനിത് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിപ്പിച്ച സമയത്ത് ഇങ്ങനെ ഒരു സാറിനൊരു നൊസ്റ്റാൾജിക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഓർമ്മയുള്ളവർക്കും വേണേൽ കടയും രാഘവനുമായിട്ട് ആ ഒരു കിടിലൻ എന്താ പറയുക മിച്ചറൊക്കെ കിട്ടുന്ന നാടൻ പലഹാരമൊക്കെ കിട്ടുന്ന രാഘവൻ ചേട്ടൻ്റെ കടയായിട്ട് കണക്ട് ചെയ്ത് രാഘവനും കടയ്ക്കലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തിരുന്നോളുക. എങ്ങനെയായാലും ഓർത്തിരുന്നോളും. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാഘവൻ പിള്ള. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാഘവൻ പിള്ള. കടയ്ക്കൽ ഫ്രാങ്കോ എന്നും ഈ രാഘവൻ പിള്ള അറിയപ്പെടുന്നു. കടയ്ക്കൽ ഫ്രാങ്കോ എന്നും ഈ രാഘവൻ പിള്ള അറിയപ്പെടുന്നു. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ബേസിക് ആയിട്ട് ഈ കടയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. 38 സെപ്റ്റംബർ 29 1938 സെപ്റ്റംബർ 29 ഇത് നടന്നത്. കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. രാഘവൻ പിള്ള എന്ന വ്യക്തിയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നതും ഈ രാഘവൻ പിള്ളയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. നിവർത്തന പ്രക്ഷോഭം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഒരു ബേസിക് അതിൻ്റെ ഒരു കാലഘട്ടവും അല്ല എന്തുകൊണ്ടാണ് എന്ന് ആദ്യം ഞാനൊന്ന് പറയാം. ഈ സർക്കാർ ഉദ്യോഗങ്ങളിലും അതുപോലെ ഈ നിയമസഭകളിലുമൊക്കെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് കുറച്ച് വിഭാഗം ആൾക്കാർ, ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഒരു പ്രക്ഷോഭം നടത്തി. അതാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ തുടക്കമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഒന്നുകൂടെ ഓർക്കുക. സർക്കാർ ഉദ്യോഗങ്ങളിലും അതുപോലെ നിയമസഭയിലുമൊക്കെ ഈ ജനസംഖ്യയ്ക്ക് പ്രപ്പോർഷണലായി, ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ഒരു പ്രക്ഷോഭം തുടങ്ങി. അതാണ് നിവർത്തന പ്രക്ഷോഭമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വർഷം 1932. 1932 നിവർത്തന പ്രക്ഷോഭം. ഇപ്പം തന്നെ പഠിച്ചോണം, 1932. ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേര് പഠിച്ചു പോവുക. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേര്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഓക്കെ, 32 നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം 1932. അപ്പോൾ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടന. ഈ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളാണ് സി കേശവൻ, എൻ വി ജോസഫ്. ഞാൻ പറഞ്ഞ ഈ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളാണ് സി കേശവനും എൻ വി ജോസഫും. ഇപ്പം തന്നെ പഠിച്ചു. സി കേശവനും എൻ വി ജോസഫും ഈ നിവർത്തന പ്രക്ഷോഭത്തിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘടനയായ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇനി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കളുടെ പേര് പഠിക്കുമ്പോഴും അവിടെയുമുണ്ട് ഈ സി കേശവനും എൻ വി ജോസഫും. അപ്പോൾ രണ്ട് പേരുകൾ ഓൾറെഡിയായി. സി കേശവനും എൻ വി ജോസഫും നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കൾ. അവരൊക്കെയാണ് സി കേശവനും എൻ വി ജോസഫും. ആ കൂട്ടത്തിൽ രണ്ട് പേരും കൂടെ ടി എം വർഗീസും പി കെ കുഞ്ഞും. ടി എം വർഗീസും പി കെ കുഞ്ഞും ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മറ്റു രണ്ട് പ്രമുഖ നേതാക്കളാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, 4 പേരുകൾ. സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളാണ് സി കേശവനും എൻ വി ജോസഫും. ആ കൂട്ടത്തിൽ ടി എം വർഗീസിൻ്റെയും പി കെ കുഞ്ഞിൻ്റെയും പേരും കൂടി പഠിച്ചാൽ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ എല്ലാ പ്രമുഖ നേതാക്കളുടെയും പേരൂടെ നമ്മൾ പഠിച്ചു എന്ന് ഓർക്കുക. ഓക്കെ, ഇനി നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നിവർത്തനം നമ്മൾ ചാക്കൊക്കെ അല്ലേ സാധാരണ മടക്കിയൊക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുട്ടിക്കൂട്ടി വെക്കുന്നത്. അത് നിവർത്തിയാലല്ലേ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ചാക്ക്. അപ്പോൾ ആ ഒരു
ചുമ്മാ ഒരു സെൻറ്റൻസ് നമുക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ചാക്കിൽ നിന്ന് ചാക്കോ എന്ന പേരിലേക്ക് നമുക്ക് എത്താമല്ലോ. IC ചാക്കോ എന്ന വ്യക്തിയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. ചാക്ക് നിവർത്തുക, ചാക്കോ നിവർത്തനം, പേരുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ മേലേ. അപ്പോൾ IC ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. IC ചാക്കോ നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാലും ഈ നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര് എന്ന് ചോദിക്കാം. കോഴഞ്ചേരി കായലല്ലേ തുടങ്ങുന്നത്, അത് കേശവനാണ്, C കേശവൻ. വേറൊരു പ്രസംഗം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അത് വേറെ ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം. C കേശവൻ്റെ 1935 കോഴഞ്ചേരി പ്രസംഗമെന്ന് പഠിച്ചുകൊള്ളുക. കേശവൻ 35 കോഴഞ്ചേരി പ്രസംഗം. ഓക്കെ. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ T ഓസ്റ്റിനാണ്. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ചത് ഏത് ദിവാനാണെന്ന് ചോദിച്ചാൽ T ഓസ്റ്റിനാണ്. അതുപോലെ തന്നെ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം നിവർത്തന പ്രക്ഷോഭമാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചോദ്യത്തിലുണ്ട് PSC ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഓർത്തോണം, 1936. ഇപ്പോൾ തന്നെ പഠിച്ചോണം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. എന്നാൽ ഇത് കേരള PSC ആയി മാറിയത് 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയി മാറിയത് 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് കമ്മീഷണറാണ് GD നോക്സ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണറാണ് GD നോക്സ് എന്നും പഠിച്ചു പോവുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ഈ ഒരു നിവർത്തന പ്രക്ഷോഭവും കേരള PSC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ചരിത്രത്തിൽ ഓർത്തിരിക്കണം. അപ്പോൾ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. C കേശവനും NV ജോസഫും ഈ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളായിരുന്നു. അതുപോലെ തന്നെ C കേശവൻ, NV ജോസഫ്, TM വർഗീസ്, PK കുഞ്ഞ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളാണ്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം ആരാണ്? കേശവൻ, C കേശവൻ, 1935. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം C കേശവൻ്റെയാണ്. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ T ഓസ്റ്റിനാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936. അത് കേരള PSC ആയത് 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ GD നോക്സ് ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ ചോദ്യത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1949. നമ്മൾ നേരത്തെ പറഞ്ഞ തീയതി ഏതാണ്? 1938. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1956 എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936 എന്ന് നമ്മൾ പഠിച്ചു. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയത് 1936 മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയതാണ് 1900 ഈ പറഞ്ഞ പോലെ 56. അപ്പോൾ അതും തെറ്റാണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ നേതാവ് GD നോക്സ് എന്ന് അവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശരിയാണോ? GD നോക്സ് നമ്മുടെ ആദ്യത്തെ ചെയർമാനാണ് PSCയുടെ അല്ലേ. അപ്പോൾ അവിടെയും തെറ്റുപറ്റി. എല്ലാം തെറ്റായിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ നൽകിയേക്കുന്നത്. അപ്പോൾ 4ഉം തെറ്റാണ്. എല്ലാം തെറ്റാണെന്ന് എഴുതുന്നവർക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഈ ഒരു ചോദ്യം വന്നാൽ ഉത്തരം ശരിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പം ചിലപ്പോൾ നമുക്ക് കടയ്ക്കൽ പ്രക്ഷോഭം മാത്രമേ ഓർമ്മയുള്ളെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1949 എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം 1938 ഒന്നാമത്തെ തെറ്റാണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓപ്ഷൻ നോക്കിയാൽ ഒന്ന് മാത്രം തെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് മാത്രം A ഓപ്ഷൻ അല്ലെന്ന് മനസ്സിലാവും, 2 മാത്രം B ഓപ്ഷൻ അല്ലെന്ന് മനസ്സിലാവും, 1ഉം 2ഉം
ശരിയാണെന്ന് പറഞ്ഞ് അവിടെ സി ഓപ്ഷൻ ഉണ്ട്, അതുമല്ലെന്ന് മനസ്സിലാവും. നാലാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് എല്ലാം തെറ്റ്. ചിലപ്പോൾ അതുപോലെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഷോർട്ട് കട്ടും ചോദ്യത്തിലുണ്ടായേക്കാം ഇതുപോലെ. അപ്പോൾ നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഉത്തരം അറിയാൻ മേലും നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കുക. അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷനെ ഒന്ന് അനലൈസ് ചെയ്യുക. ചിലപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നൈസായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. സോ ഈ ഒരു ടെക്നിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.